നമസ്കാരം. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ 6 ശാസ്ത്ര പ്രബന്ധങ്ങളാണ് റെഫറൻസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ആ 6 റെഫറൻസ് പേപ്പറുകളുടെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അത്ര സഭ്യമായ രീതിയിലൊന്നുമല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംവാദം അതേപടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സംവാദത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അവർ പറയുന്ന ആ വാചകങ്ങൾ അതേപടി പറയാതെ നമുക്ക് ലൈറ്റായിട്ട് എന്തായിരുന്നു ആ ടോപ്പിക് എന്ന് മനസ്സിലാക്കാം. കാലാകാലങ്ങളിലായിട്ട് വിശ്വാസികൾ അവിശ്വാസികളോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ഒരു സമസ്യ. എനിക്കും എൻ്റെ പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാനത് ഇഗ്നോർ ചെയ്യായിരുന്നു. കാരണം അത് അത്ര സഭ്യമായ രീതിയിലൊന്നുമല്ല ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: നമുക്ക് നമ്മുടെ മാതാവിനോടോ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരിമാരോടോ ലൈംഗികമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനൊരു താല്പര്യം ഉണ്ടാവാതിരിക്കുന്നത്? വിശ്വാസികൾ പറയുന്നത് അത് ദൈവികമായിട്ടുള്ള കൽപ്പനയുടെ ഭാഗമാണ്. അങ്ങനൊരു ബന്ധം അല്ലെങ്കിൽ അങ്ങനൊരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല, അത് വലിയ പാപമാണെന്ന് ദൈവം കമാൻഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിൻ്റെ കമാൻഡുകളോടോ ദൈവത്തോടോ തന്നെ വിശ്വാസമില്ലാത്ത അവിശ്വാസികൾ എന്തുകൊണ്ടാണ് സഹോദരിയോടും അതുപോലെ മാതാവിനോടും അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാത്തത്? ആരിഫ് ഹുസൈൻ ഈ ചോദ്യം നേരെ വിപരീത രീതിയിൽ വിശ്വാസികളോട് ചോദിച്ചു. നിങ്ങൾക്ക് മാതാവിനോടും നിങ്ങളുടെ സഹോദരിയോടും അത്തരത്തിലുള്ളൊരു ചിന്ത തോന്നാത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് കടക്കാത്തത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കമാൻഡ് കാരണമാണല്ലോ. ആ പുസ്തകത്തിലെ കമാൻഡ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാവിനെയും നിങ്ങളുടെ സഹോദരിയെയും കാണുന്നു, നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ചിന്തയുണ്ടാകുന്നു. പെട്ടെന്ന് നിങ്ങൾ ആ പുസ്തകം തുറന്ന് പരിശോധിക്കുന്നു. ആ പുസ്തകത്തിൽ അത് വലിയ പാപമാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ആ ചിന്ത വേണ്ടെന്ന് വെക്കുന്നു. ഇതാണോ യാഥാർത്ഥ്യമെന്നാണ് ആരിഫ് ഹുസൈൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ആ മോശമായിട്ടുള്ള സംഭാഷണങ്ങളിലേക്ക് കടക്കാതെ തന്നെ ശാസ്ത്രീയമായിട്ട് ഇതിനൊരു വിശകലനം ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് എടുക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തോട്ട് എക്സ്പെരിമെൻ്റാണ്. ജോനതൻ ഹൈഡിറ്റാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ തോട്ട് എക്സ്പെരിമെൻ്റ് അനുസരിച്ച് ഒരു സഹോദരിയും സഹോദരനും, മാർക്ക്, ജൂലി എന്നാണ് അവരുടെ പേര്. ഇവർ രണ്ടുപേരും ഒരു സമ്മർ വെക്കേഷന് ഫ്രാൻസിൽ പോയി. അവിടെ ബീച്ചിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലിൽ അവർ താമസിക്കുന്നു. ഒരുമിച്ച് ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു മുറിയിൽ താമസിക്കുന്ന അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനമെടുത്തു. രണ്ടുപേരും ലൈംഗികമായിട്ട് ബന്ധപ്പെടുക. ഇത് വെളിയിൽ ആരോടും പറയാൻ പോകുന്നില്ല. ഈ ഒരൊറ്റ രാത്രിക്ക് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ളൊരു റിലേഷൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അവർ അത്തരത്തിലുള്ളൊരു റിലേഷനിലേക്ക് ഒരിക്കലും കടക്കുന്നതല്ല. പ്രിക്വേഷൻ്റെ ഭാഗമായിട്ട് ഐപിഎൽ പോലുള്ള ഒരു ഗർഭനിരോധന ഗുളിക ജൂലി കഴിക്കുന്നുണ്ട്. മാർക്ക് ഒരു ഗർഭനിരോധന ഉറയും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസ് എല്ലാം അവർ എടുത്തിട്ടുണ്ട്. അവർ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതോടുകൂടി അവർ ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കലും സംസാരിക്കാതെയായി. പക്ഷേ അവർക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ആ ഫിസിക്കൽ റിലേഷനെ തുടർന്ന് അവർ കുറച്ചുകൂടെ മാനസികമായിട്ട് അടുത്തു. പിന്നീട് ഒരിക്കലും അവർക്ക് ഒരു രീതിയിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ ഇത് ശരിയായിട്ടുള്ള ഒരു ബന്ധമായിരുന്നോ? നിങ്ങൾ പറയൂ. നിങ്ങളെല്ലാവരും പറയാൻ പോകുന്നത് ഇത് വലിയ പാപമാണെന്നാണ്. വലിയ പാപമാണെങ്കിൽ ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു: എന്തുകൊണ്ടാണ് ഇതൊരു വലിയ പാപമായിട്ട് മാറുന്നത്? നമ്മൾ തല പുകഞ്ഞാലോചിക്കും, എന്തുകൊണ്ടായിരിക്കും ഇത് നമ്മൾ പാപമാണെന്ന് പറഞ്ഞത്? മാർക്കും ജൂലിയും ഒരേ അച്ഛൻ്റെ ഒരേ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജനിതകപരമായിട്ടുള്ള ഫീച്ചേഴ്സും ഏതാണ്ട് ഒരുപോലെയാണ്. അത്തരത്തിലുള്ള രണ്ട് പേർ ഒരുമിക്കുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാപമാണ്. പക്ഷേ
ഈ സ്റ്റോറിയിൽ, ഈ തോട്ട് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവർ രണ്ടുപേരും ഗർഭനിരോധന ഉറകളും അതുപോലെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികളെ ഉണ്ടാകില്ല ആ ഒരു ബന്ധത്തിലൂടെ. പിന്നെ എന്താണ് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. കൺസെൻറ്റിൻ്റെ കാര്യം പറയാം, പക്ഷേ ഇവിടെ കൺസെൻ്റ് ഉണ്ട്. പിന്നീടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം, പക്ഷേ ഈ തോട്ട് എക്സ്പെരിമെൻറ്റിൽ അവർക്ക് അത്തരത്തിലുള്ളൊരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ ശരിക്കും കുറച്ചുകൂടെ അടുക്കുകയാണ്, മാനസികമായിട്ടും ഒരു അടുപ്പം അവരിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ എത്ര തന്നെ ആലോചിച്ചാലും ഇത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ശരിക്കും ഒന്ന് കുഴഞ്ഞു പോകും. നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ടും അതങ്ങോട്ട് മെനയാകുന്നില്ല. ഒടുവിൽ നിങ്ങൾ പറയും, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള തെറ്റെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല, പക്ഷേ ഇതൊരു വലിയ പാപമാണ്. ഇതെങ്ങനെയാണ് വലിയ പാപമായി മാറിയത്? കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മളുടെ ഹൃദയത്തിൽ അതൊരു വലിയ പാപമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ലിറ്ററലി അല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വലിയ തെറ്റാണ്, അതൊരു വലിയ തെറ്റാണെന്നുള്ള ധാരണ നമുക്കുണ്ട്. ഈ ഒരു പോയിൻ്റ്, ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസികൾ ഇതൊരു പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടായിട്ട് എടുക്കുന്നത്. വിശ്വാസികൾ പറയുന്നു, ദൈവം അത്തരത്തിലുള്ള കമാൻഡുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതൊരു വലിയ പാപമായിട്ട് ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് ആജ്ഞാപിച്ചിട്ടുണ്ട്. ആ കമാൻഡ് കാരണമാണ് നമുക്ക് അതൊരു വലിയ പാപമായിട്ട് മാറിയത്. ഇത് മതപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ഇതേ കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ? ശരിക്കും നമ്മുടെ പ്രാചീന പുസ്തകങ്ങളെക്കാൾ കുറേ കൂടെ രസകരമായിട്ടുള്ള, കുറേ കൂടെ ലോജിക്കുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ ഫലങ്ങളും. നമുക്ക് അത് ഓരോന്നായി ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇത്തരത്തിലുള്ള മോറൽ ഡംഫൗണ്ടിങ്ങിലേക്ക് വരാനുള്ളൊരു റീസൺ നമ്മൾ ഉപയോഗിക്കുന്ന ജഡ്ജ്മെൻറ്റ് മോഡലാണ്, റാഷണലിസ്റ്റ് മോഡൽ. ഒരുപാട് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ. ഈ മോഡൽ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ ജഡ്ജിമാരാണ്. നമ്മുടെ മുൻപിൽ നടക്കുന്ന ഒരു ഇവൻറ്റിനെ നമ്മൾ വിശകലനം ചെയ്യും ഒരു ജഡ്ജിൻ്റെ രീതിയിൽ. ആ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേയധികം തെളിവുകളുണ്ട്. ആ തെളിവുകൾ അളന്ന് കുറിച്ച് നോക്കും. അതിൽ എവിടെയാണ് തൂക്കക്കൂടുതലെന്ന് നോക്കും, എവിടെയാണ് തൂക്കക്കുറവെന്ന് നോക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വേർഡിക്റ്റിലേക്ക് വരും. പക്ഷേ ജോണതൻ ഹൈഡിറ്റ് അത് അപ്പാടെ പൊളിച്ചു കളഞ്ഞു. അദ്ദേഹം റാഷണലിസ്റ്റ് മോഡലിന് പകരം സോഷ്യൽ ഇൻറ്റ്യൂഷനിസ്റ്റ് മോഡലാണ് കൊണ്ടുവന്നത്. ജോണതൻ ഹൈഡിറ്റിൻ്റെ ഈ സയൻറ്റിഫിക് ഫ്രെയിംവർക്ക് അനുസരിച്ച് നമ്മൾ ശരിക്കും ഒരു ജഡ്ജിനെ പോലെ ഒന്നുമല്ല പെരുമാറുന്നത്. നമുക്ക് ആദ്യം ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാകും. ഈ സ്റ്റോറി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതൊരു വലിയ പാപമാണെന്ന്. പിന്നീട് ശരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ജഡ്ജിനെ പോലൊന്നുമല്ല, മറിച്ച് ഒരു വക്കീലിനെ പോലാണ്. വക്കീലിൻ്റെ കക്ഷിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും പരമാവധി തെളിവുകൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ശരിയെന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതായത് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗട്ട് ഫീലിംഗ് ഇതാണ് പാപം എന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നമ്മുടെ ജോലി മുഴുവനും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ പല പല കാര്യങ്ങൾ മുന്നോട്ട് പ്രപ്പോസ് ചെയ്യുന്നു. അവിടെ കൺസെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. പ്രോസിക്യൂട്ടർ അതിനെതിരെ കൃത്യമായിട്ടുള്ള മറുപടി പറയും. അപ്പം നമുക്ക് ഉത്തരം മുട്ടും. പുതിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി പറയും. അതങ്ങനെ നീണ്ടു പോകും. അതിൻ്റെ ഒടുവിലാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് കാരണമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു മഹാപാപമാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഗട്ട് ഫീലിംഗ് കാരണം പെട്ടെന്ന് നമ്മുടെ തലച്ചോർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ജഡ്ജ്മെൻറ്റിനെ പ്രശസ്ത ന്യൂറോ സയൻറ്റിസ്റ്റായ ആൻ്റോണിയോ ഡമാസിയോ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, സൊമാറ്റിക് മാർക്കർ. ഇത് ശരിക്കും വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും ശാസ്ത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഹൈലി ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെയാണ് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചത്. ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള അവരോട് പറഞ്ഞു കൊടുത്തു, എടുക്കുക എപ്പോഴും ഈ രണ്ട് വാക്കുകൾ വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള രണ്ട് വാക്കുകളാണെന്ന്. അതിനുശേഷം അവരോട് ഒരു കഥ പറഞ്ഞു. ആ കഥയുടെ ഉള്ളിൽ എപ്പോഴും എടുക്കുക എന്ന ഈ രണ്ട് വാചകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്.
സാധാരണഗതിയിൽ ആ കഥ വായിച്ചു കഴിഞ്ഞാൽ അതിൽ മോശമായിട്ടുള്ള ഒന്നും നമ്മൾ കാണത്തില്ല. പക്ഷേ ഈ കഥ കേൾക്കുന്ന ആളുകൾ ഹൈലി ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എടുക്കുക എപ്പോഴും എന്ന് പറയുന്ന വാചകങ്ങൾ വളരെ വളരെ മ്ലേച്ഛമായിട്ടുള്ള വാചകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷം ഇത് മോശമായിട്ടുള്ളൊരു കഥയാണോ, ഒരു വലിയ പാപമാണോ, അതോ ഒരു സാധാരണ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും വളരെ വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണെന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വാക്കുകൾ വളരെ മോശമാണെന്ന് ഓൾറെഡി നമ്മുടെ സൊമാറ്റിക് മാർക്കേഴ്സ് കാരണം രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അവർ ചെയ്യുന്നതെല്ലാം അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ്. ശരിക്കുമുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല. ഇവിടെ ഞാൻ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും എങ്ങനെയാണ് ആ ഗട്ട് ഫീലിംഗ് ഉണ്ടാകുന്നത്? ആ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് തെറ്റാണെന്ന് നമ്മുടെ തലച്ചോറ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം എന്താണ്? ദൈവികമായിട്ടുള്ളൊരു കാരണമല്ലെങ്കിൽ ദൈവത്തിൻ്റെ കമാൻഡ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാകുന്നത്? എവല്യൂഷണറി ബയോളജിയിൽ അതിമനോഹരമായ ഒരു കണ്ടുപിടുത്തമുണ്ട്, ഹ്യൂമൻ കിൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അതായത് നമ്മുടെ രക്തബന്ധത്തിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തുന്ന ഒരു സിസ്റ്റം. ഒരുപാട് വർഷം പിന്നിലേക്ക് പോകാം. ഒരുപാട് വർഷം പിന്നിലേക്ക് പോകുമ്പോൾ മനുഷ്യർ ഇന്ന് കാണുന്ന മനുഷ്യരേ ആയിരുന്നില്ല. അവർ ഹണ്ടർ ഗ്യാദേഴ്സ് ആയിരുന്നു. അതായത് വേട്ടയാടിയാണ് അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്, അല്ല കൃഷി ചെയ്തായിരുന്നില്ല. ഒരു വ്യക്തി ഒറ്റയ്ക്ക് പോയി വേട്ടയാടിയല്ല, അതൊരു ഗ്രൂപ്പാണ്, ഒരു കുലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് കുലങ്ങളുണ്ട്. ഓരോ കുലങ്ങളിലും 40-50 പേരൊക്കെ ഉണ്ടാകും. അത്രയും ആളുകൾ ഒരു കൂട്ടമായിട്ടായിരിക്കും വസിക്കുന്നത്. അവർ ഒരുമിച്ച് വേട്ടയാടാൻ പോകും. വേട്ടയാടി കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ മാംസം അവർ ഷെയർ ചെയ്ത് ഭക്ഷിക്കുന്നു. അങ്ങനെയാണ് അവർ കാലം കഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുലങ്ങളിൽ തന്നെ ഈ സഹോദരനുമായിട്ടും അല്ലെങ്കിൽ സഹോദരിയുമായിട്ടും ഒക്കെ ബന്ധം പുലർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ആളുകളുള്ള ഗോത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഗോത്രങ്ങൾക്ക് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഒരേ ജനറ്റിക് സവിശേഷതകൾ ഉള്ള ആളുകൾ മേറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അവർക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ലാതെയാകും, ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ തുടർന്ന് പിന്നീട് ഓരോ കുലങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ അവർ മരണമടയും, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് വേട്ടയാടാൻ സാധിക്കത്തില്ല, അവർക്ക് അത്തരത്തിലുള്ള സ്കില്ലുകൾ നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള മേറ്റിംഗ് നടന്നിട്ടുള്ള കുലങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കാലക്രമേണ ഇല്ലാതെയായും അല്ലെങ്കിൽ അവയൊക്കെ നശിച്ചു പോകും. എന്നാൽ അത്തരത്തിൽ ബന്ധം പുലർത്താത്ത ഗോത്രങ്ങളുമുണ്ട്. അത്തരത്തിൽ ബന്ധം പുലർത്താത്ത മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ തലച്ചോറിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മാറ്റിയെടുക്കുന്നുണ്ട്. അവരുടെ സഹോദരനോടോ സഹോദരിയോടോ അവർക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധം തോന്നുന്നില്ല. നാച്ചുറൽ സെലക്ഷൻ്റെ പങ്ക് വളരെ വലുതാണ്. നാച്ചുറൽ സെലക്ഷനിലൂടെ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ജനിതകമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അയാളുടെ മൂക്ക്, കണ്ണ്, പല്ല്, നഖം, മുടി ഇതൊക്കെ ആയിരിക്കും. ഒരിക്കലും DNA നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ തലച്ചോറ് വളരെ നോൺ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷണൽ ഡിവൈസ് ഉണ്ടാക്കിയെടുത്തു. അതാണ് കിൻഷിപ്പ് എസ്റ്റിമേറ്റർ. ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കണ്ടുപിടുത്തം നടത്തിയത് ഡെബ്ര ലൈബർമാനും സംഘവുമാണ്. കിൻഷിപ്പ് എസ്റ്റിമേറ്റർ അനുസരിച്ച് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് കിൻഷിപ്പ് ഇൻഡെക്സ്. ആ കിൻഷിപ്പ് ഇൻഡെക്സ് വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അവരുമായിട്ട് കൂടുതൽ ജനിതകമായിട്ടുള്ള റിലേഷൻ ഉണ്ടെന്നാണ്. അതായത് നമ്മുടെ അടുത്ത ബന്ധുവാണ്, നമ്മുടെ സഹോദരനോ സഹോദരിയോ അമ്മയോ അച്ഛനോ ഒക്കെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. കിൻഷിപ്പ് ഇൻഡെക്സിനെ അല്ലെങ്കിൽ കിൻഷിപ്പ് സ്കോറിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഫാക്ടറാണ് മെറ്റേണൽ പെരിനാറ്റൽ അസോസിയേഷൻ. നമ്മൾ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണെന്ന് കരുതുക. ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മ ജന്മം നൽകുന്നത്. ആ കുട്ടി ജനിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ നമ്മുടെ അമ്മ ശുശ്രൂഷിക്കുന്നത് നമ്മൾ കാണുന്നു, പാല് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മളെ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇളയ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടു വളരുന്ന മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയോടുള്ള കിൻഷിപ്പ് ഇൻഡെക്സ് സ്കോർ വളരെ കൂടുതലായിരിക്കും.
കിൻഷിപ്പ് ഇൻഡെക്സ് സ്കോർ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് സെക്ഷുവലായിട്ടുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ടും തോന്നില്ല. മറിച്ച് എപ്പോഴും സംരക്ഷിക്കാനുള്ള ഒരു അൾട്രൂയിസം ആയിരിക്കും നമുക്കുണ്ടാവുക. അതായത് നമുക്കൊരു ബെനിഫിറ്റും ഉണ്ടായില്ലെങ്കിൽ പോലും ആ കുട്ടിയെ നമ്മൾ എപ്പോഴും സംരക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതിപ്പോരും. രണ്ടാമതൊരു ഫാക്ടറുണ്ട്, കോ റെസിഡൻസ് ഫാക്ടർ. ഇത് ആദ്യം പറഞ്ഞ ഫാക്ടറിൻ്റെ അത്രയും ശക്തമല്ല, പക്ഷേ ഇതിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ ഫാക്ടർ അനുസരിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് ഇൻഡെക്സ് വാല്യൂ കൂടുന്നത്. നമ്മോടൊപ്പം ആ കുടുംബത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ഭാഗമായി, നമ്മളോടൊപ്പം ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങി ഒരുമിച്ച് നടന്ന് ജീവിച്ചിട്ടുള്ള ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു സഹജീവിയോട് തോന്നുന്ന ഒരു പ്രത്യേക സ്നേഹം, ആ സ്നേഹം എപ്പോഴും ഒരു സെക്ഷുവലായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കടക്കില്ല. മറിച്ച് അത് എപ്പോഴും സ്നേഹബന്ധമായിരിക്കും. കുറച്ച് പ്രായമായതിനു ശേഷമുള്ള ഒന്നിച്ചുള്ള സഹവാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ഓർമ്മയുള്ള കാലം മുതൽ തന്നെ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ആ കുട്ടിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മുടെ ഇൻഡെക്സ് വാല്യൂ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആദ്യം പറഞ്ഞ ഫാക്ടറിൻ്റെ അത്രയും ഉയർന്ന സ്കോറിലേക്ക് അത് വളരില്ല. നമ്മുടെ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതുമൊക്കെ മൂത്ത കുട്ടി മാത്രമല്ലേ കാണുന്നത്. ഇളയ കുട്ടി മൂത്ത കുട്ടി ജനിക്കുന്നത് കണ്ടിട്ടില്ല. ആ കുട്ടിയെ അമ്മ എങ്ങനെയാണ് വളർത്തിയെടുത്തതെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന കിൻഷിപ്പ് സ്കോർ ഉണ്ടായിരിക്കുന്നത് മൂത്ത കുട്ടിക്കായിരിക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ സഹോദരിയുമായിട്ട് സഹോദരനുമായിട്ട് നമുക്കൊരു രക്തബന്ധം ഉണ്ടായിരിക്കില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വ്യത്യസ്തരായിരിക്കും. പക്ഷേ പിന്നീട് അച്ഛനമ്മമാർ രണ്ടാമത് വിവാഹം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറുമ്പോൾ അവരോടൊപ്പം നമുക്ക് താമസിക്കേണ്ടി വരും. അത്യാവശ്യം പ്രായമായതിനു ശേഷമാണ് നമ്മളങ്ങനെ താമസിക്കുന്നതെങ്കിൽ ആ രണ്ട് കുട്ടികൾക്ക്, അതായത് രക്തബന്ധമില്ലാത്ത ആ രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു ലൈംഗികമായിട്ടുള്ള ആകർഷണം ഉണ്ടാകാം. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ചാണ് പിന്നീടുള്ള കാലങ്ങൾ ജീവിക്കുന്നത്. ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അച്ഛനും അമ്മയും ഒരുമിച്ച് അവരോട് കഥകൾ പറയുന്നു, സംസാരിക്കുന്നു, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ രണ്ടാമത്തെ ഫാക്ടർ അവിടെ വർക്കൗട്ട് ആകുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടറിലൂടെ അവർക്ക് ഒരു സെക്ഷുവലായിട്ടുള്ള അട്രാക്ഷൻ തോന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരതമ്യേന അതിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കുമെന്ന് മാത്രം. ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ തോട്ട് എക്സ്പെരിമെൻറ്റിലേക്ക് ഒന്നുകൂടെ പോകാം. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ജൂലിയും മാർക്കും അവിടെ ചെയ്തത് ഒരു വലിയ പാപമാണെന്ന് നമ്മൾ നിരന്തരമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. സഹോദരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അവർക്ക് ഒരു രീതിയിലുള്ള സെക്ഷൽ അട്രാക്ഷൻ തോന്നാൻ പാടില്ലെന്നും അത് വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് അറിയാം. ആ അറിവ് കാരണമാണ് നമ്മൾ അതിനെ തെറ്റായിട്ട് പറയുകയും അതിനെ നിരന്തരമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത് ദൈവികമായിട്ടുള്ള കമാൻഡ് കാരണം ഉണ്ടായിട്ടുള്ള തോന്നലാണെങ്കിൽ, ചിന്തകളാണെങ്കിൽ, അത് അത്തരത്തിലുള്ള കമാൻഡുകൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കുമല്ലോ അങ്ങനൊരു തോന്നലുണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണോ ഇത്തരത്തിലുള്ള തോന്നലുണ്ടാകുന്നത്? ഇത്തരത്തിൽ മതപുസ്തകങ്ങൾ വായിക്കാത്ത ആളുകളുണ്ടല്ലോ. നിലവിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും, പ്രാചീന കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കും, ഹണ്ടർ ഗ്യാദേഴ്സ് ആയിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇത്തരം പുസ്തകങ്ങൾ ശരിക്കും എഴുതിയിട്ട് പോലുമില്ല. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാപമാണ്. അങ്ങനൊരു പാപം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകണമെങ്കിൽ മനുഷ്യരല്ലാതെയുള്ള മറ്റ് പല ജീവികളിലും ഇതേ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല. മറിച്ച് അത് കാലാകാലങ്ങളിലൂടെ അവരിലുണ്ടായിട്ടുള്ള പരിണാമ മാറ്റങ്ങളിലൂടെ മാത്രമായിരിക്കും. ഒരു പ്രശസ്ത പ്രിമറ്റോളജിസ്റ്റായ ഫ്രാൻസ് ഡി വോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലങ്ങളൊക്കെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ മോഡലാണ് റഷ്യൻ ഡോൾ മോഡൽ. ആ ഡോൾ മോഡൽ അനുസരിച്ചിട്ടാണ് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം അനുസരിച്ച് മനുഷ്യർക്ക് മാത്രമല്ല സഹാനുഭൂതിയുള്ളത്, സിമ്പതിയും എമ്പതിയും അൾട്രൂയിസവും ഒക്കെ ഉള്ളത് മറ്റു ജീവികൾക്ക് കൂടിയാണ്. അത് എല്ലാ ജീവികൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കുമില്ല. പക്ഷേ മനുഷ്യനും മനുഷ്യൻ്റെയും ഇപ്പോൾ ജീവിക്കുന്ന
പല സസ്തനികളുടെയും പക്ഷികളുടെയും ഒക്കെ പൊതുപൂർവികർക്കും ആ പൊതുപൂർവികരിലൂടെ ഈ പക്ഷികൾക്കും സസ്തനികൾക്കുമെല്ലാം ലഭിച്ചിട്ടുണ്ട്. റഷ്യൻ ഡോൾ മോഡൽ അനുസരിച്ച് ആ ഡോളിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ടുള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ കോർ റീജിയനാണ്. ആ റീജിയൻ ഈ പറയപ്പെടുന്ന ജീവികൾക്കെല്ലാം ഒരേപോലെ തന്നെ ബാധകമാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷണം നടന്നിട്ടുണ്ട്. ഒരു ലബോറട്ടറിയിൽ 2 കുരങ്ങന്മാരെ ഉപയോഗിച്ചു. അതിൽ ഒരു കുരങ്ങിൻ്റെ അരികിൽ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളി ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അല്പം ഭക്ഷണം കിട്ടും. അപ്പോൾ ആ കുരങ്ങൻ അത് പുള്ളി വലിക്കുന്നു, ഭക്ഷണം കിട്ടുന്നു, അത് ഭക്ഷണം കഴിക്കുന്നു. തൊട്ട് മുൻപിലുള്ള കുരങ്ങിന് ആ സമയം തന്നെ, ആ പുള്ളി വലിക്കുന്ന സമയം തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്നു. അതിന്ന് വേദന കൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് പിടയുന്നു. കുരങ്ങൻ ഇത് രണ്ടും കാണുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നതും കാണുന്നുണ്ട്, ആ കുരങ്ങിന് വേദന അനുഭവിക്കേണ്ടി വരുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഈ കുരങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളി വലിക്കുമ്പോഴാണ് ഭക്ഷണം കിട്ടുകയും ആ കുരങ്ങിന് വേദന അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നത്. ആദ്യം 1-2 തവണ ഇതിങ്ങനെ പുള്ളി അമർത്തി ഭക്ഷണം സ്വീകരിക്കുന്നു, ആ വേദന കാണുന്നു. പിന്നീട് ആ കുരങ്ങൻ ആ പുള്ളി അമർത്തിയില്ല. കുറേയധികം സമയം കടന്നുപോയി. അത് വിശക്കാൻ തുടങ്ങി. പക്ഷേ വിശപ്പ് സഹിച്ചും തൊട്ട് മുൻപിലുള്ള കുരങ്ങിൻ്റെ വേദന അനുഭവിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിയിൽ അമർത്താതിരുന്നു. റഷ്യൻ ഡോളിൻ്റെ ആ കോർ റീജിയന് തൊട്ട് മുകളിലുള്ള മറ്റൊരു പാളി, ആ പാളി നമ്മുടെ തലച്ചോറിൻ്റെയും കൂടെ പാളിയാണ്. പക്ഷേ അത് എല്ലാ സസ്തനികൾക്കും കിട്ടിയിട്ടില്ല. തലച്ചോറ് അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ലാത്ത നമ്മുടെ ഒരു പൊതുപൂർവികൻ്റെ പിൻഗാമിയായി മാറിയ കുരങ്ങന്മാർക്ക് ആ സിദ്ധിയില്ല. പക്ഷേ ചിമ്പാൻസികൾക്കും മറ്റ് പല ഏപ്പുകൾക്കുമുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് മാത്രമല്ല ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത്, ചിമ്പാൻസികൾക്കും ആശ്വസിപ്പിക്കാൻ സാധിക്കും. 2 ചിമ്പാൻസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണെന്ന് കരുതിക്കോളൂ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ചുറ്റുപാടും ആളുകളുണ്ട്, മറ്റ് ചിമ്പാൻസികളുണ്ട്. പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ 2 ചിമ്പാൻസികളിൽ ഒരു ചിമ്പാൻസി ഒരുപാട് അടി ഏറ്റുവാങ്ങി, ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. ആ അടി ഏറ്റുവാങ്ങി പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ചിമ്പാൻസിയെ സമാധാനിപ്പിക്കാനായിട്ട്, കൺസോൾ ചെയ്യാനായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ആക്രമണത്തിൽ പങ്കാളിയല്ലാത്ത ഒരു ബൈസ്റ്റാൻഡറായിട്ടുള്ള ചിമ്പാൻസി ശ്രമിക്കും. അതിനുവേണ്ടി ആ ചിമ്പാൻസി അടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചിമ്പാൻസിയുടെ തോളിൽ ഇടയ്ക്കിടയ്ക്ക് കൈയിടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഈ സിദ്ധി കുരങ്ങന്മാർക്കില്ല, ചിമ്പാൻസികൾക്കും മറ്റ് ഏപ്പുകൾക്കും മനുഷ്യർക്കുമുണ്ട്. റഷ്യൻ ഡോളിൻ്റെ പുറംപാളി, നമ്മുടെ തലച്ചോറിൻ്റെ പുറംപാളി, ആ പുറംപാളി അത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല, എല്ലാ ഏപ്പുകൾക്കുമില്ല. പക്ഷേ ചിമ്പാൻസികൾക്കുണ്ട്, മനുഷ്യർക്കുണ്ട്. മറ്റൊരാളുടെ വിഷമം കണ്ട് അയാളെ സമാധാനിപ്പിക്കുക മാത്രമല്ല, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കും. ഫ്രാൻസ് ഡി വാൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രസകരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ശരിക്കും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഒരു പരീക്ഷണത്തിൽ 2 ചിമ്പാൻസികളാണ് പങ്കെടുത്തത്. അതിൽ ഒന്ന് ജാക്ക്, മറ്റൊന്ന് ക്രോൺ. ക്രോൺ എന്ന ആ പെൺ ചിമ്പാൻസി കയറിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ടയർ, ആ ടയറിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ആ ടയറിനെ മുകളിലേക്ക് കയറുകൊണ്ട് വലിച്ച് ഉയർത്താനായിട്ട്, മരത്തിൻ്റെ മുകളിലേക്ക് വലിച്ചുയർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മരത്തിൻ്റെ അവിടെ ഇവിടെയായിട്ട് കുറേ അധികം വേറെയും ടയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടയറുകൾ തട്ടിയിട്ട് ഈ വെള്ളം നിറച്ച ടയർ മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല. അപ്പോൾ ആ ചിമ്പാൻസി കുറേ അധികം തവണ അത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു. ഒടുവിൽ ആ പരിശ്രമം അങ്ങ് അവസാനിപ്പിച്ചു. ഈ കാഴ്ചയൊക്കെ കണ്ട് ജാക്കി അവിടെ നിൽപ്പുണ്ട്. ജാക്കി പെട്ടെന്ന് തന്നെ നടന്നു ചെന്ന് ആ ഭാരമുള്ള ടയറുകളൊക്കെ അവിടെ നിന്ന് മാറ്റി ശേഷം ആ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ടയർ ഉയർത്തി ഡ്രോണിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഇതല്ലാതെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമല്ലാതെ ശരിക്കും നടന്നിട്ടുള്ള ചില സംഭവങ്ങളുമുണ്ട്. ചിമ്പാൻസികൾക്ക് നീന്താൻ സാധിക്കില്ല. പക്ഷേ മറ്റുള്ള ചിമ്പാൻസികളെ സംരക്ഷിക്കാനായിട്ട്, രക്ഷിക്കാനായിട്ട് അവർ നീന്താൻ ശ്രമിക്കും. വെള്ളത്തിലേക്ക് വീണു പോകുന്ന ചിമ്പാൻസികളുണ്ട്. ആ ചിമ്പാൻസികളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് ചിമ്പാൻസികൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. പക്ഷേ അവർക്ക് നീന്താൻ സാധിക്കില്ല. എങ്കിൽ പോലും, തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും മറ്റുള്ളൊരു ചിമ്പാൻസിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാം. മനുഷ്യരിലും അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട്. ഒരുപാട് വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാലും നമ്മളിൽ പല ആളുകളും അവിടെ ഒരു പരിശ്രമം നടത്തും.
നമ്മൾ അത്രയും ത്യാഗികളായിട്ട് ഹീറോയിക്കായിട്ട് അവിടെ ഒരു രക്ഷകനായിട്ട് മാറാൻ ശ്രമിക്കും. ഒരു മാത്തമാറ്റിക്കൽ ബയോളജിസ്റ്റായ മാർട്ടിൻ നൊവാക്ക് ഒരു ലാൻഡ്മാർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 5 റൂൾസ് ഫോർ ദ എവല്യൂഷൻ ഓഫ് കോർപ്പറേഷൻ. 5 മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തു കോർപ്പറേഷൻ, അതായത് സഹകരണത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പിനായിരിക്കും നാച്ചുറൽ സെലക്ഷനിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്, അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യകുലം കോർപ്പറേഷനിലൂടെയാണ് എത്തിച്ചേർന്നത്. ആ കോഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ 5 മാത്തമാറ്റിക്കൽ റൂൾസ് എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ റൂൾ കിൻ സെലക്ഷനാണ്. കിൻ സെലക്ഷനെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. നമ്മളുമായിട്ട് അത്രയധികം അടുപ്പമുള്ള, അടുത്ത രക്തബന്ധമുള്ള ആളുകൾ തമ്മിൽ ശരിക്കും ഒരു വലിയ അൾട്രൂയിസം നിലനിൽക്കുന്നുണ്ട്. അതായത് നമുക്കൊരു പ്രയോജനവും കിട്ടിയില്ലെങ്കിൽ പോലും അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ഒരു എഫേർട്ട് നമ്മൾ ഉണ്ടാക്കും. സാധാരണഗതിയിൽ നമ്മളൊരു എഫേർട്ട് ഇടുമ്പോൾ ആ എഫേർട്ടിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു മിച്ചം, ഒരു പ്രോഫിറ്റ് നമുക്കുണ്ടാവണം. അവിടെ ഒരു പ്രോഫിറ്റ് എഫേർട്ട് റേഷ്യോ ഉണ്ട്. പ്രോഫിറ്റ് കൂടുതലായിരിക്കണം, എഫേർട്ട് കുറവായിരിക്കണം. പക്ഷേ പ്രോഫിറ്റ് തന്നെ ചിലപ്പോൾ 0 എഫേർട്ട് വളരെ വലുതായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ ജീവൻ പോലും നഷ്ടമായേക്കാം. പക്ഷേ ഈ റൂൾ അനുസരിച്ച്, കിൻ സെലക്ഷൻ അനുസരിച്ച് അങ്ങനെ ഒരു പ്രോഫിറ്റും ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെ ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും. ആ എഫേർട്ട് അതിശക്തമായിരിക്കാം. രണ്ടാമത്തെ റൂൾ ഡയറക്റ്റ് റെസിപ്രോസിറ്റി. നമ്മൾ ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയുമായിട്ട് ഇടപഴകി. ആ ഇടപഴകലിനിടയിൽ അയാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു. ജീവിതത്തിൽ ഇനിയും അയാളെ കാണാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അയാൾ ചെയ്ത ആ തെറ്റിനോട് നമ്മൾ ക്ഷമിക്കും. മൂന്നാമത്തെ റൂൾ അത് ഇൻഡയറക്റ്റ് റെസിപ്രോസിറ്റിയാണ്. നമ്മളൊരു വ്യക്തിയെ കണ്ടു, ഇടപഴകി, ആ വ്യക്തി നമ്മളോടൊരു തെറ്റ് ചെയ്തു, അയാളെ ഇനി കാണാനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അയാളോട് ക്ഷമിക്കാനുള്ള സാധ്യതയാണ് ഈ റൂളിലുള്ളത്. ഈ റൂൾ അനുസരിച്ചാണ് നമ്മുടെ ഭാഷകൾ വികസിക്കാൻ തുടങ്ങിയത്. ഭാഷ കൂടുതൽ ഡെവലപ്ഡായി, ഗോസിപ്പുകൾ കൂടുതലായിട്ട് വ്യാപിച്ചു. ഓരോ സംഭവങ്ങൾ അത് കണ്ടവരും കേട്ടവരുമൊക്കെ മറ്റുള്ള ആളുകളോട് പങ്കുവെക്കാൻ തുടങ്ങി. ഒരു വ്യക്തി നമ്മളോട് തെറ്റ് ചെയ്തു, പക്ഷേ എങ്കിൽ പോലും അയാളോട് നമ്മൾ ക്ഷമിച്ചു, അയാളെ നമ്മൾ പിന്നീട് സഹായിച്ചു. ഈ വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം നേരിട്ട് കണ്ടവരുണ്ടാകും, കേട്ടവരുണ്ടാകും. അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഗ്രൂപ്പിൽ മുഴുവനും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ ആ ക്ഷമിച്ച വ്യക്തി, അതായത് നമ്മൾ വലിയവനായിട്ട് മാറും. നമുക്കൊരു ഹീറോയിക് പരിവേഷം കിട്ടും. നാലാമത്തെ റൂൾ നെറ്റ്വർക്ക് റെസിപ്രോസിറ്റി. ഒരു കുലത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ സെൽഫിഷായിട്ടുള്ള ആളുകളുണ്ടാകും, ആളുകളെ സഹായിക്കുന്ന ആളുകളുണ്ടാകും. സെൽഫിഷായിട്ടുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു മേൽക്കോയ്മ കിട്ടും. കാരണം അയാളുടെ നേട്ടത്തിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ള ആളുകളെ ചതിക്കും. അയാൾക്കായിരിക്കും തുടക്കത്തിൽ ഒരു മുൻതൂക്കം കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അയാളുടെ ആ സെൽഫിഷ്നെസ് കാരണം അല്പം പിന്നിലേക്കൊന്ന് പോകും. ആ മുന്നിലേക്ക്, തങ്ങളെ ചതിച്ചു പോയിട്ടുള്ള ആ മുന്നിലേക്ക് പോയിട്ടുള്ള വ്യക്തിയുടെ മുകളിലെത്താനായിട്ട്, അയാളെ ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് ഈ സെൽഫിഷ് അല്ലാത്ത ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അവർ പരസ്പരം സഹകരിക്കും. അവരുടെ ആ പരസ്പര സഹകരണം കാരണം സെൽഫിഷായിട്ടുള്ള ആളിനേക്കാൾ മുകളിലേക്ക് ബാക്കിയുള്ളവർക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും. അഞ്ചാമത്തത് ഗ്രൂപ്പ് സെലക്ഷൻ. ഒരു ഗ്രൂപ്പിൽ എങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മളെ സഹായിക്കുന്ന, നമ്മളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കാൻ സാധിക്കുന്ന, സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കും. അതോ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ചതിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ പിന്നാലെ ആയിരിക്കുമോ നിങ്ങൾ പോവുക? ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കുന്ന, നമുക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. പ്രാചീന കാലഘട്ടത്തിൽ, ഹണ്ടർ ഗ്യാദേഴ്സിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി അല്പസ്വല്പം സെൽഫിഷായിട്ടുള്ള ആളുകൾ ആ സെൽഫിഷ്നെസ് പ്രകടിപ്പിക്കത്തില്ല. അവർ കഴിവതും ബാക്കിയുള്ളവരെ സഹായിച്ച്, സ്നേഹിച്ച് അവരുടെ ഒരു ഭാഗമായിട്ട് മാറാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു വ്യക്തി എപ്പോഴും കോപ്പറേറ്റീവ് ആയിരിക്കുമോ? എപ്പോഴും ക്ഷമിച്ച്, സഹിച്ച്, എല്ലാവരെയും സഹായിച്ച്? അത് ശരിക്കും ഒരു ഉട്ടോപ്യൻ ഐഡിയോളജി അല്ലേ? അങ്ങനെ റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെ കണ്ടാൽ തന്നെ അത് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കില്ലേ?
കുറേയധികം പേർ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ പലപ്പോഴും നമ്മളെ സഹായിക്കുമായിരിക്കും, സ്നേഹിക്കുമായിരിക്കും, പക്ഷേ അതിനിടയിലൊക്കെ ഒരല്പം സെൽഫിഷ്നെസ്സൊക്കെ കാണിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവേഷണമാണ് ജോഷുവയുടെ ഡ്യുവൽ പ്രോസസ് മോഡൽ. ഡ്യുവൽ പ്രോസസ് മോഡൽ എന്ന് പറയുമ്പോൾ അതൊരു തഗ് ഓഫ് വാർ ആണ്, അതൊരു വടംവലി പോലെയാണ്. വടംവലിയുടെ ആ വടത്തിൻ്റെ ഒരറ്റത്തുള്ള സിസ്റ്റം 1 ആണ്. സിസ്റ്റം 1 സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും എമ്പതിയുടെയും ഒക്കെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അത് വിജയിക്കാനായിട്ട് ആ വടം വലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ വടത്തിൻ്റെ മറുവശത്തുള്ളത് സിസ്റ്റം 2 ആണ്. അവിടെ പല കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസിലൂടെ നമുക്കെങ്ങനെ നേട്ടമുണ്ടാക്കാം, നമുക്ക് എവിടെ പ്രയോജനമുണ്ടാക്കാം, ഇടയ്ക്കൊരല്പം ചതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാം, ആ ചതി ബാക്കിയുള്ള ആളുകൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് സിസ്റ്റം 2. ഈ സിസ്റ്റം 1ഉം സിസ്റ്റം 2ഉം തമ്മിൽ പരസ്പരം വടംവലി നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ 2022 പബ്ലിഷ് ചെയ്ത ഒരു പ്രബന്ധമനുസരിച്ച് അത് അപ്പാടെ തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു വടംവലിയല്ല നടക്കുന്നത്. ശരിക്കും നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കോംപ്രമൈസുകളാണ്. കുറേയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും, പക്ഷേ ചിലതൊന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും യുണീക്കല്ല, ഒരു അച്ചിൽ വാർത്തതുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ചില ആളുകൾ വളരെ മോശമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികൾ ചെയ്യും. അവരിൽ ഒരു രീതിയിലുള്ള സിമ്പതിയോ എമ്പതിയോ വർക്കൗട്ട് ആകില്ല. എന്നാൽ അതിനുമപ്പുറമുള്ള മറ്റു ആളുകളുണ്ട്. അവർ അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് ആളുകളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ടും വളരെ വളരെ ന്യൂനപക്ഷം മാത്രമാണ്. മേജറായിട്ടുള്ള ആളുകളും ഇതിനിടയിൽ വരുന്ന ആളുകളാണ്. അവർ നിരന്തരമായിട്ട് കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് തെളിയിക്കാനായി റിക്കാർഡോ ആൻഡ്രസ് ഗസ്മാനും അദ്ദേഹത്തിൻ്റെ സഹഗവേഷകരും ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിനു വേണ്ടി കുറേയധികം ആളുകളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അവരുടെ മുൻപിൽ ഒരു സിനേറിയോ കൊടുത്തു. സിനേറിയോ 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ്. 1 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു. തുല്യ ശക്തരായതുകൊണ്ട് തന്നെ ആർക്കും ഒരു മേൽക്കോയ്മയില്ല. ആ യുദ്ധം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലെ ഒരു രാജ്യത്തിൻ്റെ പാർട്ടാണ് നിങ്ങൾ. നിങ്ങളുടെ മുൻപിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക, അതിലൊരു പട്ടാളക്കാരനായിട്ട് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സാധാരണക്കാരെ കൊല്ലുക, അതായത് ഒരു അണുബോംബ് വിക്ഷേപിക്കുക. ആ അണുബോംബിലൂടെ ആ രാജ്യത്തിലെ കുറേ സാധാരണക്കാർ മരിക്കും, പക്ഷേ യുദ്ധം അതോടുകൂടി അവസാനിക്കും. അവിടെ മരിക്കുന്നവർ ഒരുപാട് പേരാണല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ അധികം പേർ ഭാവിയിൽ ജീവനോടിരിക്കും. കാരണം യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാർ ദൈനംദിനം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുറേയധികം ആളുകൾ മരിക്കുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ യുദ്ധമില്ല, ഭാവിയിൽ ഇനി ആരും മരിക്കാൻ പോകുന്നില്ല. അപ്പം മരിക്കുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സിനേറിയോ ഡ്യുവൽ പ്രോസസ് മോഡലിലൂടെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കുറേ പേരൊക്കെ ആദ്യത്തെ ഓപ്ഷൻ സ്വീകരിക്കും, കുറേ പേരൊക്കെ രണ്ടാമത്തെ ഓപ്ഷൻ സ്വീകരിക്കും. പക്ഷേ നമ്മൾ ഒരു കോംപ്രമൈസിലൂടെയാണ് കാര്യങ്ങൾ നോക്കി കാണുന്നതെങ്കിൽ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മളുടെ ഒപ്പീനിയൻ മാറിക്കൊണ്ടേയിരിക്കും. ഗവേഷകർ 21 വ്യത്യസ്തമായിട്ടുള്ള സിനേറിയോസ് കൊടുത്തു. അതായത് ഇത്ര സാധാരണക്കാരാളുകൾ മരിക്കും, അതിലൂടെ ഇത്ര പട്ടാളക്കാരെ സംരക്ഷിക്കാൻ സാധിക്കും, അതിൽ ആ എണ്ണത്തിൽ കുറവും കൂടുതലും ഒക്കെ വരുത്തി, അതായത് കൂടുതൽ പട്ടാളക്കാർ ജീവനോടെ ഇരിക്കും, വളരെ കുറച്ച് സാധാരണക്കാർ മരിക്കും. അങ്ങനെ 21 സിനേറിയോസ് കൊടുത്തു. അപ്പോൾ 21 സിനേറിയോസ് കൊടുക്കുമ്പോഴും ആളുകളുടെ അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് അവർ നിരന്തരമായിട്ട് അവർക്ക് കിട്ടുന്ന ആ ഓപ്ഷൻസ് അനുസരിച്ച് അവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അല്ലാതെ ഒരു സിസ്റ്റം 1ലേക്കോ സിസ്റ്റം 2ലേക്കോ ചാടുന്ന ഒരു ബൈനറി പ്രോസസ്സിലൂടെ അല്ല അവർ പോകുന്നത്. അവരുടേത് അത്തരത്തിലുള്ളൊരു ബൈനറിയേ അല്ല, അതൊരു സ്പെക്ട്രമാണ്. അതിൽ ഒരുപാട് ഒപ്പീനിയൻ കാണും. ആ ഒപ്പീനിയനൊക്കെ സാഹചര്യം അനുസരിച്ച്, അവരുടെ അപ്പോഴത്തെ ആ മനസ്സിൻ്റെ ചിന്താഗതി അനുസരിച്ച്, മനസ്സിലെ ടെൻഷൻ അനുസരിച്ച്, അവരുടെ മൂഡ് സ്വിങ് അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് അത് ശരിക്കും ഒരു ഡ്യുവൽ പ്രോസസ്സ് അല്ല, പക്ഷേ നിരന്തരമായിട്ടുള്ള കോംപ്രമൈസിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. വളരെ പ്രൊവോക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇൻസെസ്റ്റ്, ഒരേ രക്തബന്ധത്തിലുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം. അത് എങ്ങനെയാണ് നമ്മൾ പാപമായിട്ട് കാണുന്നത്? അതെങ്ങനെയാണ് നമുക്ക് ഒരു മഹാപാപമായിട്ട് മാറിയത്?
അതിനെന്തെങ്കിലും ഒരു ദൈവകൽപ്പനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാചീന കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകത്തിലെ വാചകങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനൊരു ബന്ധവുമില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിക്കും ഇത് പരിണമിച്ചുണ്ടായിട്ടുള്ള നമ്മുടെ ഒരു സിദ്ധിയാണ്. അത് നിരന്തരമായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമുക്കവിടെ പല ഓപ്ഷൻസും വെക്കാം. അമ്മാവൻ്റെ മകൾ, അമ്മാവൻ്റെ മകൻ, ചിലയിടത്ത് അതൊരു പ്രശ്നമേ അല്ല. അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ലൈംഗികത ചെയ്യുന്നതിനോടൊരു അറപ്പോ വെറുപ്പോ ആയിരിക്കില്ല പല സമൂഹങ്ങളിലും തോന്നുക. അത് ആ സമൂഹം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് കിട്ടുന്ന സിനേറിയോ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ചിമ്പാൻസി അവരുടെ ജീവൻ നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും അവർ ആ കുളത്തിലേക്ക് ചാടുന്നു. അതെന്തെങ്കിലും ഒരു സ്വർഗമോ അല്ലെങ്കിൽ നരകമോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അത് കാലാകാലങ്ങളിലായിട്ട് അവരുടെ എവല്യൂഷൻ, അവരുടെ പൂർവികരുടെ എവല്യൂഷനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുക മാത്രമാണ്. അവർക്ക് പെട്ടെന്ന് ആ നിമിഷം ഉണ്ടാകുന്ന ഒരു വിചാരം കാരണമാണ് ആ കുളത്തിലേക്ക് അവർ എടുത്തു ചാടുന്നത്. ചിലപ്പോൾ ചാടാത്ത ചിമ്പാൻസികളും ഉണ്ടായിരിക്കും, ചാടുന്ന ചിമ്പാൻസികളും ഉണ്ടാകും. ഇത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണിത്. അല്ലാതെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുകയും തെറ്റ് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് അകന്ന് മാറുകയും ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മളുടെ ആ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഗൾട്ട് ഫീലിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഡെസിഷൻസ് മാത്രമാണ്. അല്ലാതെ പെട്ടെന്നൊരിക്കലും നമ്മൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ച വാചകങ്ങളെക്കുറിച്ച് ഓർക്കത്തില്ല. പെട്ടെന്ന് ആ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അത് ചിലപ്പോൾ വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സായിട്ടായിരിക്കും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക മാത്രമാണ് ചെയ്യുക. നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? നിങ്ങൾക്ക് ഈ പ്രബന്ധങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. ഇത് ഞാൻ ചിലപ്പോൾ വിശകലനം ചെയ്തതിൽ പെശകുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും മാന്യമായ ഭാഷയിൽ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.